നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ PG വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് സുഹൃത്തായ ഡോക്ടർ പിന്മാറിയതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിൽ മനം നൊന്താണ് യുവതി ജീവനൊടുക്കിയത് എന്ന വിഷയവും സൂചനയായി കിട്ടുന്നുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഷഹന എന്ന യുവ ഡോക്ടറാണ് മരിച്ചത്. സംഭവത്തിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, ജില്ലാ കളക്ടർ, കമ്മീഷണർ എന്നിവരോട് റിപ്പോർട്ട് തേടി. ഈ മാസം 14 നേരിട്ട് ഹാജരായി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് സുഹൃത്തായ ഡോക്ടർ പിന്മാറിയതാണ് ഷഹന എന്ന ഡോക്ടറുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ബന്ധുക്കളാണ് ആരോപിച്ചത്. വൻതുക സ്ത്രീധനമായി ആവശ്യപ്പെട്ടതാണ് മരണകാരണമെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിനോടും വനിതാ കമ്മീഷൻ അധ്യക്ഷയോടും ബന്ധുക്കൾ പറഞ്ഞത്. ഷഹനയുടെ സുഹൃത്തായ ഡോക്ടറെ അടക്കം ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം. സങ്കടങ്ങളെല്ലാം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയാണ് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ PG ചെയ്യുകയായിരുന്നു ഡോക്ടർ ഷഹന. കഴിഞ്ഞ ദിവസമാണ് ഇവരെ അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് കുത്തിവെച്ച് മരിച്ച നിലയിൽ ഫ്ളാറ്റിൽ കണ്ടെത്തിയത്. സുഹൃത്തും PG ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധിയുമായ ഡോക്ടറുമായി ഷഹന അടുപ്പത്തിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇരുവരുടെയും വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ വരൻ്റെ വീട്ടുകാർ വൻതുക സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നാണ് ഷഹനയുടെ ബന്ധുക്കൾ പറയുന്നത്. താങ്ങാവുന്നതിലും അപ്പുറമുള്ള തുകയായതിനാൽ വിവാഹം മുടങ്ങി. വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇത് ഡോക്ടർ ഷഹനയെ മാനസികമായി തകർത്തിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിൽ ആരുടെയും പേര് വ്യക്തമാക്കിയിട്ടില്ല. അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. ഷഹനയുടെ സുഹൃത്തും ആരോപണ വിധേയനുമായ ഡോക്ടർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സ്ത്രീധനമാണ് ആത്മഹത്യയ്ക്ക് പിന്നിൽ എന്ന ആരോപണത്തെക്കുറിച്ച് ശിശു വികസന വകുപ്പ് ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. വെഞ്ഞാറമൂട് സ്വദേശിയായ ഷഹന പഠനത്തിൽ മിടുക്കിയായിരുന്നു. മെറിറ്റ് സീറ്റിലാണ് MBBS പ്രവേശനം നേടിയത്. വിദേശത്തായിരുന്ന അച്ഛൻ മാസങ്ങൾക്ക് മുൻപാണ് മരിച്ചത്. ഇതോടെയാണ് കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. സഹോദരൻ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ജോലി ചെയ്യുകയാണ്. ഷഹനയുടെ അച്ഛൻ പലർക്കും പണം കടം കൊടുത്തിരുന്നു. ആ പണവും തിരികെ കിട്ടിയിട്ടില്ല. ഇതും ഈ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നത്തെ കാലത്ത് സ്ത്രീധനം എന്ന് പറയുന്നത് നിയമവിധേയമല്ലെങ്കിലും പല പേരിലും പല വകകളിലായിട്ടുമൊക്കെ തന്നെ സ്ത്രീധനം വാങ്ങുന്ന പതിവ് എല്ലാ സമുദായങ്ങളിലും എല്ലാ മതങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ട് കൂട്ടരുടെയും കാര്യമായതുകൊണ്ട് അത് അങ്ങനെ പുറത്തു പറയാറുമില്ല. ഇത്തരത്തിൽ പരാതിയായി എന്തെങ്കിലും ഒരു സംഭവം, ഒരു ദാരുണമായ സംഭവം ഉണ്ടാവുമ്പോൾ മാത്രമാണ് അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നേരത്തെ വിസ്മയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. സ്ത്രീധനം കൊടുക്കുന്നതിന് ആ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല, കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം എന്തെങ്കിലും കൊടുക്കൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകളിലേക്ക് എത്തുകയും പെൺകുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതിനു ശേഷം മാത്രമാണ് ഇത് പലപ്പോഴും ചർച്ചയാകുന്നത്. ഇതൊരു ആരോഗ്യകരമായ പ്രവണതയല്ല. ഈ വിഷയത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ ഒക്കെ തന്നെ കൃത്യമായ അന്വേഷണം നടത്തി എന്താണ് ഇവിടെ സംഭവിച്ചത്, ഇത്തരത്തിൽ ഡോക്ടർ ഷഹനയെ ആ യുവ ഡോക്ടർ ഏതെങ്കിലും തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നോ, അവരുടെ കുടുംബാംഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ യുവ ഡോക്ടറെയും കുറ്റാരോപിതനായ യുവ ഡോക്ടറെയും ബന്ധുക്കളെയും ഒക്കെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ കേസെടുക്കും എന്നുള്ളൊരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ നടപടി ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് കേസെടുത്തിരിക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധുക്കളുടെ മൊഴിയെടുത്തിരുന്നു. ബന്ധുക്കളുടെ അഭിപ്രായമൊക്കെ തന്നെ അവരും കേട്ടിരുന്നു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും.